പുതപ്പ് തലവഴി മൂടി ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ അവൾ കിലുനനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പേടിയാലും പനിയാലും. ഗ്രാനൈറ്റ് പതിപ്പിച്ച ഫ്ലോറിൽ മുഖമമർത്തി കിടക്കുമ്പോൾ തനുവിൽ ചിന്തകൾ വന്നു മൂടി. എത്ര പെട്ടെന്നാണ് ജീവിതം മാറി മറിഞ്ഞത്. കണ്ണീനീർ മാത്രമായിരുന്ന വീട്ടിലിപ്പോൾ സന്തോഷം അലതല്ലുന്നു. കരഞ്ഞുകൊണ്ടിരുന്ന മുഖങ്ങൾ ഇപ്പോഴെപ്പോഴും ചിരിക്കുന്നു. പണത്തിന് ഇങ്ങനെയും ജീവിതം മാറ്റിമറിക്കുവാൻ കഴിയുമോ? മനുഷ്യൻ ജീവിക്കുന്നതേ സുഖത്തിന് വേണ്ടിയാണെന്ന് തോന്നിപ്പോയി തനുവിന്. ആഴ്ച 2 കഴിഞ്ഞിരിക്കുന്നു. താനീ ഒളിച്ചുകളിയുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ആരാലും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ വിജയിച്ചിരിക്കുന്നു. നാളെയാണ് വിധി വരുന്നത്. അത് കഴിഞ്ഞാൽ ആ ഓർമ്മ പോലും അവളെ നടുക്കി. ഇതുവരെ കഴിഞ്ഞതുപോലെയല്ല. നാളെ തന്നിൽ ചുവന്ന പൂക്കൾ വിരിഞ്ഞില്ലെങ്കിൽ, നാളെ മുതൽ താനൊരമ്മയാവാൻ തയ്യാറാവണമെങ്കിൽ മനസ്സും ശരീരവും ഒരുപോലെ മാറ്റങ്ങൾ കൈവരിക്കാൻ തുടങ്ങും. എത്ര നാൾ മൂടി വയ്ക്കാൻ കഴിയും? ആദ്യം വീട്ടുകാരും ഒടുവിൽ നാട്ടുകാരും അറിയും. തനിക്ക് ശബരി സാറിൻ്റെ പേര് പറയാൻ കഴിയുമോ? പിഴച്ചവളെന്ന് സമൂഹം മുദ്രകുത്തും, ആട്ടി ഓടിക്കും. അമ്മയും പാറുവും തന്നെ വെറുക്കും. ചിലപ്പോൾ അമ്മയും അച്ഛനെപ്പോലെ ഒരു മുഴം കയറിൽ. തനു ഒന്ന് ഞെട്ടി ഉണർന്നു. വൈദേഹി മാമിനെ പോലെ ഒരിക്കലും ഒരു അമ്മയാവാൻ തനിക്ക് കഴിയാതിരുന്നെങ്കിൽ പാടില്ല. പെട്ടെന്ന് മനസ്സു തിരുത്തി. തന്നിലാണ് തൻ്റെ യജമാനൻ്റെ പ്രതീക്ഷ. നന്ദിയുള്ള അടിമയാവണം താൻ. ശബരിയെ ഓർത്തപ്പോൾ അവളുടെ ഉള്ളിൽ എവിടെയോ സുഖമുള്ള നോവ് പടർന്നു. പ്രണയിക്കുന്നു താൻ ആ മനുഷ്യനെ, അത്രമേൽ തീവ്രമായി. അരുതെന്ന് 100 ആവർത്തി മനസ്സ് പറഞ്ഞിട്ടും അതിനേക്കാൾ ഉപരി ഹൃദയം അദ്ദേഹത്തെ കീഴടക്കി വെച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടുപോലും അദ്ദേഹം തന്നെ മോഹിക്കുന്നില്ലെങ്കിൽ കൂടിയും പ്രണയമാണ് തനിക്ക്. ആ ശരീരത്തോട്, ആ ശബ്ദത്തോട്, ആ നോട്ടത്തോട്, ആ ചിരിയോട്, ആ ശബ്ദത്തോട്, ആ സ്പർശനത്തോട്, തന്നെ അവഗണിക്കുന്ന ആ മനസ്സിനോട്, പിന്നെ തനിക്ക് സ്വന്തമായ അവനിലെ പ്രണയത്തോട്. ഇന്ന് ശബരി സാറിൻ്റെ കൂടെയുള്ള അവസാനത്തെ രാത്രിയാണ്. ആ ഓർമ്മകളിൽ അവളിലൊരു കുളിര് പൊതിഞ്ഞു കയറി. ഒപ്പം പേരറിയാതൊരു നോവും. ഇനി ഒരിക്കലും ചിലപ്പോൾ ആ മനുഷ്യൻ തൻ്റെ ചാരെ കിടക്കില്ല. ഒരിക്കലും തന്നെ ചേർത്ത് പിടിക്കില്ല. രാത്രിയിലെ സ്വകാര്യ നിമിഷങ്ങളിൽ പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടിക്കില്ല. ഒരിക്കലും ഇനി ആ വിരിമാറിൽ ചൂടേറ്റുറങ്ങാൻ കഴിയില്ല. എന്തിനാണിങ്ങനെ വേദനിക്കുന്നത് ഹൃദയമേ? എല്ലാം നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ? അദ്ദേഹത്തിനൊരു കുഞ്ഞ്, അതിനു വേണ്ടി മാത്രമുള്ളതാണ് ഇപ്പോഴുള്ള ഈ സാമീപ്യം. ഇനിയും 9 മാസം കഴിഞ്ഞാൽ തീർത്തും അന്യരാണ്. എൻ്റെ കുഞ്ഞ് അദ്ദേഹത്തെ അച്ഛ എന്ന് വിളിക്കും, വൈദേഹി മാമിനെ അമ്മ എന്നും. അതല്ലേ കരാറ്? ഓർമ്മയില്ലേ അദ്ദേഹം പറഞ്ഞത്? എല്ലാം കച്ചവട മൈൻഡിലെടുക്കണം. നോ ഇമോഷൻസ്, നോ സെൻറ്റിമെൻറ്റ്സ്. രാത്രി വയലറ്റിൽ വെളുത്ത പൂക്കളുള്ള വിരിപ്പിൽ കിടക്കുമ്പോൾ തനുവിൻ്റെ ഉള്ളം പിടഞ്ഞു. ഇനി ഈ മുറിയിൽ കിടക്കാൻ കഴിയുമോ? സാറ് പറഞ്ഞതുപോലെയാണെങ്കിൽ തന്നെയും അമ്മയെയും പാറുവിനെയും ദൂരെ വർഗീസേട്ടൻ്റെ പേരിലെടുത്ത വീട്ടിലേക്ക് മാറ്റും. വർഗീസേട്ടനുണ്ടാകും സഹായത്തിന്. ആൾപ്പാർപ്പില്ലാത്ത ഏരിയയാണ്. അഥവാ ആരെങ്കിലും ചോദിച്ചാൽ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. തനുവിൻ്റെ ചുണ്ടിൽ ഒരു വരണ്ട ചിരി മിന്നിപ്പൊലിഞ്ഞു. ഇനിയും എന്തെല്ലാം പരീക്ഷണങ്ങൾ! ആയമ്മയെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അമ്മയെ കാണാതെ പോവേണ്ടി വരുമോ എന്ന സങ്കടം മാത്രം. പാവം. എന്നേലും എല്ലാം അറിഞ്ഞാൽ എന്താവും പ്രതികരണം? സ്വീകരിക്കുമോ ശബരി സാറിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി തന്നെ? മനസ്സിലാക്കാൻ കഴിയുമോ അമ്മയ്ക്ക് തന്നെ? ആർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളുണ്ട്, വൈദേഹി മാം. സാറിൻ്റെ വാക്കുകളിൽ നിന്നും പ്രകടമാണ് മാമിന് സാറിനോടുള്ള സ്നേഹം. എന്തിൻ്റെ പേരിലായാലും മറ്റൊരു പെണ്ണുമായി തൻ്റെ ഭർത്താവ് കിടക്ക പങ്കിട്ടുവെന്ന് മാം അറിഞ്ഞാൽ സഹിക്കാൻ കഴിയുമോ മാമിന്? വെറുക്കില്ലേ? ശപിക്കില്ലേ? ചങ്ക് പൊട്ടി കരയില്ലേ? ശബരി സാർ മാമിൻ്റെ അടുത്ത് പോവാണെന്ന് പറയുമ്പോൾ തനിക്ക് നോവുന്നില്ലേ? ഉള്ളു വല്ലാതെ പിടയുന്നില്ലേ? വിട്ടുകൊടുക്കാനാവുമോ ഏതെങ്കിലും പെണ്ണിന് തൻ്റെ പ്രിയതമനെ മറ്റാർക്കെങ്കിലും? ശബരിയുടെ ഗന്ധമേറ്റതും അവൾ ഓർമ്മകൾക്ക് വിരാമമിട്ടു. അവൻ അവൾക്കരികിലായി ചേർന്ന് കിടന്നു. അവൻ സ്പർശിക്കുന്നതിന് മുൻപേ അവളുടെ കൈകൾ അവനെ വരിഞ്ഞു മുറുകി. ആ നെഞ്ചിൽ മുഖമൊളിപ്പിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പൊഴിയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു.
അവനറിയാം വേർപാടിൻ്റേതാണ് ഈ നോവെന്ന്. അറിയാതെ ശബരിയുടെ നെഞ്ചുമൊന്നു പിടഞ്ഞു. പാടില്ല. കണ്ണിറുക്കി വൈദേഹിയെ ആവാഹിക്കാൻ ശ്രമിച്ചു. അവൾക്ക് പകരം മറ്റൊരാളെയും തൻ്റെ മനസ്സിൽ കടക്കാൻ പാടില്ല. രാവിലെ കോളിംഗ് ബെല്ല് കേട്ടാണ് രണ്ടുപേരും ഉറക്കം ഞെട്ടിയത്. ഇരുവരും പരസ്പരം നോക്കി. ആരാവും? പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. വൈദേഹി കോളിംഗ്. ശബരി ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. ശബരി, ഉറക്കമുണർന്നില്ലേ? എത്ര നേരമായി കോളിംഗ് ബെല്ല് അടിക്കുന്നു? ഒന്ന് വാതിൽ തുറക്ക്. ദാ വരുന്നു. ശബരി പെട്ടെന്ന് എഴുന്നേറ്റു. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന തനുവിനെ നോക്കി. താൻ കിച്ചണിൽ നിന്നോ? അവളൊരു ഫയൽ എടുക്കാൻ വരുന്നതാ. അങ്ങോട്ടേക്കൊന്നും വരില്ല. തനുവിനെ സേഫാക്കി നിർത്തിയതിനു ശേഷം ശബരി പോയി വാതിൽ തുറന്നു. ശബരിയെ പുണർന്നുകൊണ്ടാണ് വൈദേഹി അകത്തേക്ക് വന്നത്. എന്ത് സ്നേഹമാണ് അവർ തമ്മിൽ. തനുവിന് അസൂയ തോന്നി. എന്തു ഭംഗിയാണ് മാമിനെ കാണാൻ. അവർ തമ്മിൽ തന്നെയാണ് ചേരേണ്ടത്. ഒരിക്കലും ആ സ്നേഹം തല്ലിക്കെടുത്താൻ പാടില്ല. അവർക്കിടയിൽ ഒരു തടസ്സമാവാൻ ഒരിക്കലും പാടില്ല. മുകളിലേക്ക് പോയ ശബരി പുറത്തു പോവാൻ റെഡിയായാണ് വന്നത്. രണ്ടുപേരും പോകുന്നത് തന്നു കണ്ണുനീരോടെ നോക്കി. കുറച്ചു നേരം അദ്ദേഹത്തോടൊപ്പം ഇരിക്കണമെന്നുണ്ടായിരുന്നു. കണ്ണു നിറയെ അദ്ദേഹത്തെ കാണണമെന്നുണ്ടായിരുന്നു. ആ നെഞ്ചിൽ ചേർന്ന് നിന്ന് ആ മിഴിയിൽ നോക്കി യാത്ര പറയണമെന്നുണ്ടായിരുന്നു. തനുവിന് പിന്നെയും നെഞ്ചുവിങ്ങി. പ്രിയപ്പെട്ടത് വിട്ടകലുന്ന ഹൃദയം പറയുന്ന നൊമ്പരം. വർഗീസേട്ടൻ വന്നപ്പോൾ യാത്ര പറഞ്ഞിറങ്ങി. വീട്ടിലെത്തി ബാത്റൂമിൽ കയറി. തണുത്ത വെള്ളം തലവഴി വീണപ്പോൾ നേരിയ ആശ്വാസം തോന്നി. പെട്ടെന്നാണ് ഒരു ഉൾക്കിടിലമുണ്ടായത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള വയറുവേദനയോ വഴുവഴുപ്പോ ഒന്നുമില്ല. തനുവിൻ്റെ ഹൃദയം നിലച്ചു. ഇല്ല. അപ്പോൾ ഒരാളിൽ അടിവയറ്റിൽ നിന്നും മേൽപോട്ടുയർന്നു. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും ദേഹം പുകയുന്ന പോലെ തോന്നി തനുവിന്. 3-4 ദിവസത്തേക്ക് ശബരിയുടെ വീട്ടിൽ പോയതേയില്ല. വരാൻ പോകുന്ന അതിഭീകരമായ ദിനങ്ങളെ ഓർത്ത് വയ്യെന്നമ്മയോട് കള്ളം പറഞ്ഞ് വീട്ടിൽ തന്നെയിരുന്നു. 5-ാം ദിവസം ശബരി വർഗീസേട്ടനെ പറഞ്ഞയച്ചു. മോൾക്ക് വയ്യ. ശാരദാമ്മ വന്നു പറഞ്ഞു. എന്തു പറ്റി? ഹോസ്പിറ്റലിൽ പോയോ? അദ്ദേഹം ആരാഞ്ഞു. അതിനൊന്നും സമ്മതിക്കുന്നില്ല. അവൾക്ക് എപ്പോഴും കിടന്നാൽ മതിയെന്നേ. പനിക്കുന്നുണ്ടോ? പുറത്തോട്ടിറങ്ങി വന്ന തനുവിൻ്റെ നെറ്റിയിൽ അദ്ദേഹം കൈവച്ചു. പനിക്കോളൊന്നുമില്ല, ചെറിയ മേല് കാച്ചിലുണ്ട്. അതിന് മറുപടി കൊടുത്തത് ശാരദാമ്മ തന്നെയായിരുന്നു. മോളെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. ആരെന്ന് ചോദിച്ചില്ല. അറിയാമായിരുന്നു ആരാണെന്ന്. കൂടെ ഇറങ്ങി. പോവും വഴി അദ്ദേഹം സങ്കോചത്തോടെ അവളെ നോക്കി. മോളെ. പതിയെ ആ മുഖത്തു നോക്കി. ആ മുഖത്തെ ചോദ്യചിഹ്നത്തിലേക്ക് നിർവികാരമായി തലയാട്ടി. വിവേചിച്ചറിയാനാവാത്ത പല ഭാവങ്ങളും ആ മുഖത്ത് മിന്നിമായുന്നത് നിസ്സഹായതയോടെ നോക്കി നിന്നു.